ഹലോ ഹായ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദെൻ അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ ദിവസവും നമ്മൾ പറയണ മാതിരി നമുക്ക് നിഫ്റ്റിയുടെ ഒരു മേജർ ലെവൽ ഓഫ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ പറ്റി. തുടക്കത്തിൽ തന്നെ നമ്മളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അത് ഇത് ചെയ്തു. മീൻസ് മാർക്കറ്റ് വൺസ് ഓപ്പൺ ആയി ഫസ്റ്റ് ടൈം തന്നെ സോണിലേക്കൊക്കെ വന്നു. അവിടെ ഇൻട്രാഡേ ലെവൽസിലുള്ള നമ്മുടെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ അവിടെ പ്രൈസ് ആക്ഷൻ നോക്കാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം നമ്മൾ പറഞ്ഞ മെയിനായിട്ട് നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളായിട്ടല്ല, മീൻസ് 21,600-ലാണെങ്കിലും 700-ലാണെങ്കിലും 21,800 നിഫ്റ്റിയുടെ ലെവൽസ് പറയുകയാണെങ്കിൽ തന്നെ അവിടെയൊക്കെ നമുക്ക് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആണ് കണ്ടത്. നമ്മൾ അവിടെ സപ്പോർട്ടായിട്ട് വരച്ചിട്ടുണ്ടായില്ല. നമ്മളവിടെ ഒരു യെല്ലോ ലൈൻ ആയിരുന്നു. മീൻസ് അവിടെ നമുക്ക് ക്ലിയർലി ഒരു സപ്പോർട്ട് ഇല്ല. അവിടെ സ്ട്രാഡിൽ ഫോർമേഷൻ ആണ്. മീൻസ് നമുക്ക് ഇനി താഴേക്ക് വന്നാൽ താഴേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. അതോടൊപ്പം അവിടെ മീൻസ് അവിടെ റെസിസ്റ്റൻസും ഈക്വലി സപ്പോർട്ടൊക്കെ ഫോം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. സോ അത് നമ്മൾ പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് ഇൻട്രാഡേ ലെവൽസ് ഉണ്ട്, ഇൻട്രാഡേ സോൺസ് ഉണ്ട്. സോൺ ബ്രേക്ക് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളതൊക്കെ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഈക്വലി നമ്മൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒരുമിച്ച് സോൺ ബ്രേക്ക് ചെയ്താൽ ഞങ്ങൾ ഒരു എപ്പോഴാണ് മേളിലേക്കാണെങ്കിൽ അങ്ങനെ താഴേക്കാണെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ട്രേഡ് സെറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് അപ്പോൾ ആ കാര്യങ്ങൾ ഞാനും ഇന്ന് ചെറിയൊരു ട്രേഡ് കയറി, സിംഗിൾ ലോട്ടായിരുന്നു. അതും നല്ലൊരു പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവും എന്ന് നിങ്ങൾക്ക് അറിയില്ല. അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ഞാനും ഇന്ന് ബുക്ക് ചെയ്തു. അതാണ് നമ്മൾ ലോട്ട്സ് നമ്മൾ ഒരുപാട് ലോട്ട് ഉണ്ടാക്കി മീൻസ് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വലിയ പ്രോഫിറ്റ് കാണിക്കലല്ല. നമുക്ക് മാർക്കറ്റിൽ സിമ്പിളായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു അനാലിസിസ് ചെയ്ത് സിമ്പിളായിട്ട് തന്നെ മാർക്കറ്റ് നമുക്ക് റിവാർഡും തരും. അങ്ങനത്തെ രീതിയിലുള്ള റിസ്ക് എടുക്കുക. അതോടൊപ്പം തന്നെ സിമ്പിളായിട്ടുള്ള ട്രേഡിലും കയറുക. ദെൻ നമുക്ക് ഈസി ആയിട്ട് കൂളായിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റും. ഇനി അതല്ല, വൺസ് നമ്മുടെ വ്യൂവിനനുസരിച്ച് പോയില്ല എങ്കിൽ നമ്മുടെ ലോസ് ലിമിറ്റഡ് ആയിരിക്കും. എപ്പോഴും അങ്ങനത്തെ ട്രേഡ്സിൽ കയറുക. ഇനി അത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ വന്ന് എൻക്വയറീസിൽ വന്ന് ചോദിച്ചാൽ നമുക്ക് അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇൻട്രാഡേ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. പ്ലസ് നാളെ ഫിൻ നിഫ്റ്റി എക്സ്പയറിങ് കൂടിയാണ്. ഇപ്പം നാളത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പയറി കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാവും എന്നുള്ള അതും നോക്കാം. ഇനി ഈ ബിയറിഷ്നെസ് തുടരുമോ എന്നാണ് നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യാനുള്ളത്. സോ അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയുടെ ലെവൽസ് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് പോലെ ഇതായിരുന്നു നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് പോസിറ്റീവ് ഒരു ഓപ്പണിംഗ് തന്നു. ദെൻ ഫസ്റ്റ് ക്യാൻഡിൽസ് ഓഫ് നമുക്കൊരു ചെറിയ രീതിയിലുള്ള ബൗൺസ് ബാക്ക് ഒക്കെ പോലെ തോന്നിച്ചു. പിന്നെ നമുക്ക് അവിടെ താഴേക്ക് തന്നെ വന്നു. ക്വിക്ക്ലി ടു നമുക്ക് ഡിമാൻഡ് സോൺ ആയിരുന്നു. പിന്നെ ഡിമാൻഡ് സോണിൽ നിന്ന് അപ്പൊ ഡിമാൻഡ് സോണിൽ വന്നു, ഫാൾസ് ബ്രേക്ക് തന്നു, പിന്നെയും ഡിമാൻഡ് സോണിൽ നിന്ന് കയറി. അപ്പൊ ഈ ലെവലിൽ നമ്മൾ 21,700 ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അവിടെ സ്ട്രാഡിലാണ്. മീൻസ് അവിടെ നമുക്കൊരു സപ്പോർട്ട് റേഞ്ച് അല്ല. പിന്നെ അവിടെ നിന്ന് പോയി ഡിമാൻഡ് സോണിൽ നിന്ന് പോയി പിന്നെ അവിടെ കണ്ടു. പിന്നെ ആ ക്യാൻഡിൽ കൺഫർമേഷൻ ഇതൊക്കെ ഈ സെയിം തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് പറയാം. അത് കഴിഞ്ഞ് നേരെ താഴേക്ക് പിന്നെ ഇവിടെയും നമുക്കൊരു സപ്പോർട്ട് പ്ലസ് നമുക്ക് 21,600-ഉം നമുക്ക് റെസിസ്റ്റൻസ് മീൻസ് ഒരു ഇൻട്രാഡേ ലെവൽ ഓഫ് സപ്പോർട്ട് അല്ല. അവിടെ നമ്മൾ അവിടെയും സപ്പോർട്ടായിട്ട് വരച്ചിട്ടില്ല. നമ്മൾ അവിടെയും പറഞ്ഞത് നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ ആണെന്നാണ് ക്ലിയർ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ചെറിയൊരു പുൾ ബാക്ക് കിട്ടി. ദെൻ അവിടെയും പിന്നെയും ഒരു മീൻസ് ഫോൾ ആയിരുന്നു. പിന്നെ നമുക്ക് അതൊരു 21,600 നമുക്കൊരു ക്ലിയർ റെസിസ്റ്റൻസ് ആയിട്ട് ഫോം ചെയ്തേക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വൺസ് ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു, പിന്നെ നമുക്ക് ഫോൾ ആയിരുന്നു കണ്ടിന്യൂസ്. ഇവിടെ 21,600 നമ്മുടെ ഇതായതുകൊണ്ട് നമ്മുടെ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ 21,600 താഴേക്ക് വന്നു. സപ്പോർട്ട് നമ്മൾ പറഞ്ഞത് 21,500 ആണ്. ആ 21,500 വന്നിട്ടാണ് ലാസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇതെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കത് കാണാം. എപ്പോഴും നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ലെവൽസ്, ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ എല്ലാം
ചെയ്യുന്നുണ്ട്. സോൺ ബ്രേക്ക് ചെയ്താൽ നമ്മൾ സോൺ ബ്രേക്ക് ചെയ്യണത് എല്ലാത്തിൻ്റെയും ആ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയും സെയിം ഇത് തന്നെയായിരുന്നു, സപ്പോർട്ട് എടുത്തു. നമുക്കൊരു 11-12 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഫോളോ കാണുന്നത്. സെയിം ലെവൽ ഓഫ് സപ്പോർട്ട് ആ റേഞ്ചിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയും പോയി. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം ഇനീഷ്യലി നമുക്കൊരു പുൾ ബാക്ക് നിഫ്റ്റിയുടെ ഒക്കെ കിട്ടി. ബാങ്ക് നിഫ്റ്റി എപ്പോഴാണ് ആ ലെവൽ ക്രോസ് ചെയ്യുന്നത്? ഏകദേശം 1150ക്കാണ്. അപ്പോൾ 1150ക്ക് നിഫ്റ്റിയുടെ എന്താണ് നോക്കാം. 1150 ഓൾറെഡി നിഫ്റ്റി ആ ക്ലോസ് ചെയ്തിട്ട് ഡിമാൻഡ് സോൺ ക്രോസ് ചെയ്തു, അവിടെ സപ്പോർട്ട് എടുത്തു. മീൻസ് ക്ലിയർലി നല്ല ക്യാൻഡിലൊന്നും അവിടെ വന്നില്ല. ദെൻ ബാങ്ക് നിഫ്റ്റിയും കൂടി ക്രോസ് ചെയ്തു. സോ ആ ക്യാൻഡിലിൽ നമുക്ക് കൺഫേം ആണ് മീൻസ് ബിയറിഷ്നെസ് കണ്ടിന്യൂസ് ആണെന്ന്. അപ്പൊ അങ്ങനത്തെ ലെവലിൽ ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റി ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്നെസ്സും കണ്ടു. അപ്പൊ ഏതിലാണോ നമുക്ക് കയറാൻ പറ്റുന്നത് ആ ഇതിൽ കയറാം. മീൻസ് നിങ്ങൾ ഏത് ട്രേഡാണോ നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന ആ ട്രേഡിൽ കയറാം. നമുക്ക് പിന്നെ രണ്ടിലും നമുക്ക് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഫേസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ഡിമാൻഡ് സോൾ എടുത്തു. നിഫ്റ്റി ആണെങ്കിൽ 21,600ലും ആ ടൈമിൽ റെസിസ്റ്റൻസ് എടുത്തിരിക്കുകയായിരുന്നു. പിന്നെ സിമ്പിളായിട്ട് താഴേക്ക് ഫോളോ ആയി. 47,500 എന്നുള്ള ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ വന്നത്. ഏകദേശം അതിൻ്റെ ആ ലെവലിൽ വന്നാണ്, കുറച്ചും കൂടി താഴെയാണ് ക്ലോസിംഗ് എന്ന് മാത്രം. ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് നോക്കാം. അതോടൊപ്പം നമുക്ക് FIDA ഡാറ്റയും കൂടി നോക്കാനുണ്ട്, ഹോൾ മാർക്കറ്റ് സെന്റിമെന്റ്സും കൂടി നോക്കാനുണ്ട്. അതിന് നമുക്ക് OI ചാർട്ട് വെച്ചിട്ട് ഫസ്റ്റ് നിഫ്റ്റിയുടെ ഒന്ന് നോക്കാം. നമുക്ക് എല്ലായിടത്തും കോൾ ബിൽഡിംഗ് ആണ് ഇന്ന് കാണാൻ കഴിയുന്നത്. സോ അത് ഇൻട്രാഡേ ലെവൽസിലാണ്. എനിവേ നമുക്ക് ഹിസ്റ്റോറിക്കൽ ലെവൽസിൽ അങ്ങനെ 21,500 മാക്സിമം പുട്ട് വന്നിട്ടുണ്ട്. കറണ്ട് സപ്പോർട്ടിൽ ഒരു പുട്ടാണ് ബിൽഡ് ചെയ്തത് എങ്ങനെ ദാൻ കോളിനേക്കാളും. എനിവേ അവിടെ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത് 21,000 ആണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് 21,400 ആൻഡ് 21,400ൽ 21,500നേക്കാളും കുറച്ച് പുട്ട് ബിൽഡ് ചെയ്ത് അവിടെ വരുന്നുണ്ട്. ചെയ്യുമ്പോൾ 21,400 ചെറിയ ഒരു മൈനർ സപ്പോർട്ടായിട്ട് അവിടെ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലാർജ് സപ്പോർട്ട് വന്നത് 21,000 ആണ്. അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള കോൾ ബിൽഡിംഗ് ആയിട്ട് കാണാനും കഴിയുന്നുണ്ട്. സോ ഇവിടെ 21,000ൽ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആവാൻ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴേക്ക് ഇതിൻ്റെ താഴേക്ക് പോകണമെങ്കിൽ നമുക്കൊരു 21,000 മേജർ ലെവൽ ഓഫ് സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോയാൽ നിഫ്റ്റിയിൽ ഫസ്റ്റ് നമ്മൾ സപ്പോർട്ട് നോക്കിയാൽ സപ്പോർട്ട് 21,500 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ടാണ് ഇപ്പോൾ മാറിയേക്കുന്നത്. നമുക്ക് അവിടെ നല്ല രീതിയിലുള്ള ഒരു ഇനി കോളും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സോ നമുക്ക് അവിടെ ഒരു ലൈറ്റ് ആയിട്ട് കൊടുക്കാം ശരിക്കും. മീൻസ് മാക്സിമം ഇതാണ് മാക്സിമം പുട്ടാണ്. ദെൻ ഇനി പുട്ട് ബിൽഡിങ് അവിടെ കുറഞ്ഞിട്ട് കോളാണ് കയറി വരണമെങ്കിൽ ഇത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. ദെൻ നമ്മുടെ ഫസ്റ്റ് ലെവൽ ഒരു മൈനർ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് 400 ആണ്. 21,400ൽ നമുക്കൊരു മൈനർ ലെവൽ ഓഫ് സപ്പോർട്ടാണ്, ഒരു നല്ലൊരു സപ്പോർട്ടാണെന്ന് പറയാൻ പറ്റില്ല. സോ അപ്പോൾ നമുക്ക് ചെറിയ ലൈറ്റ് ഷെയ്ഡ് ഗ്രീനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 300ൽ സെയിം സിനാരിയോ ആയിരിക്കും. 300 നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മളൊരു സപ്പോർട്ടാണെന്ന് പറയുന്നില്ല. പിന്നെ നമ്മൾ പറയുന്നത് 21,000 ആണ്. അവിടെ നമുക്ക് ഓൾറെഡി ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ 21,300 നമ്മൾ ഇതാക്കണം. 21,000ൽ നമുക്കൊരു ലൈനും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് 21,000 ക്ലിയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രാഡിൽ ഫോർമേഷൻ അറ്റ് 21,500, പിന്നെ ഒരു മൈനർ സപ്പോർട്ട് 21,400 ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഇനി അവിടെയും കോൾ വന്നെയാണെങ്കിൽ പിന്നെയും താഴേക്ക് പോകാം. താഴേക്ക് വന്ന് ലെവൽസ് ഒക്കെ നോക്കുക. മേജർ ലെവൽ ഓഫ് സപ്പോർട്ട് കറണ്ട് നമുക്ക് പറയാനുള്ളത് 21,000 ആണ്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട്. ഇനി ബാങ്ക് നിഫ്റ്റി നമ്മൾ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 21,600ഉം 21,700 ആണ്. 21,600ൽ നമുക്ക് മേജർ ഇവിടെ നമുക്ക് റെഡ് ആണെങ്കിലും അവിടെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ലൈറ്റ് റെഡ് ആണ് കൊടുക്കുന്നത്. അവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആണ്. കറൻ്റ്ലി മേജർലി കോളാണ് ബിൽഡ് ചെയ്ത് അധികവും നിൽക്കുന്നത്. ഓക്കെ, എന്നാൽ തന്നെ നമുക്ക് അവിടെ ഇനി ഇവിടെ നിന്ന് റിവേഴ്സ് വന്നു പുട്ട് ബിൽഡിംഗ് ആണെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് മീൻസ് ഒരു
സ്ട്രാഡിൽ ഫോർമേഷൻ അവിടെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മാർജിനിൽ ഏറ്റവും കൂടുതൽ കോൾ ബിൽഡ് ചെയ്തതെന്ന് 21,700 ആണ്. സോ അപ്പോൾ 21,700 നമ്മൾ റെഡ് റെസിസ്റ്റൻസ് ആയിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വെയിറ്റ്, നമുക്ക് ഇച്ചിരി ഹാർഡാക്കാം. ഓക്കെ, അപ്പോൾ 21,700 ആണ് മാക്സ് ഈ വീക്ക് നമ്മൾ നോക്കുന്ന ലെവൽ. നെക്സ്റ്റ് ലെവൽ അപ്പോൾ ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് 21,600. അവിടെ നമുക്ക് നാളെ ഇൻട്രാഡേ ലെവൽസിലൊക്കെ കോളാണോ പുട്ടാണോ ബിൽഡ് ചെയ്തേക്കുന്നത് ആ ലെവലിൽ നോക്കണം. താഴെയാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് ആ മൂവ്മെന്റ് നോക്കിയിട്ട് 21,400 ലെവൽസും കൂടി വാച്ച് ചെയ്തതിന് ശേഷം, കൂടാണ്ട് നമ്മുടെ ഇൻട്രാഡേ സോൺസും കൂടി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു നല്ല ട്രേഡ് പ്ലാൻ ചെയ്യുക. അതല്ല എങ്കിൽ ഇവിടെയൊക്കെ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിഫ്റ്റി കറണ്ട് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,500 ആയിരുന്നു. അവിടെ നമുക്ക് പുട്ട് കോളും ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ടാണ് സ്ട്രാഡിലായിട്ട് ഫോം ചെയ്തേക്കണെന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കാം. സോ കറണ്ട് വീക്ക് ബാങ്ക് നിഫ്റ്റി സ്ട്രാഡിലാണ്, ഷോർട്ട് സ്ട്രാഡിൽ 47,500 പിന്നെ നമുക്ക് 47,000 ആണ്. സോ ഇമ്മീഡിയറ്റ് ലെവലായിട്ട് ബാങ്ക് നിഫ്റ്റി 47,500 എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് സ്ട്രാഡിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് യെല്ലോ ലൈൻ ആക്കുകയാണ്. ദെൻ പിന്നെ നമ്മൾ 47,000 ആണ് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാഡിൽ ഫോം ചെയ്തു, സപ്പോർട്ട് നമുക്ക് 47Kയിലാണ് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നിൽക്കണേ. സോ അത് വെച്ചിട്ട് നാളെ നമുക്ക് നോക്കാം. ദെൻ ഇനി നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് നോക്കാം. റെസിസ്റ്റൻസ് ലാർജ് റെസിസ്റ്റൻസ് 48 ആണ്, കുറച്ച് റെസിസ്റ്റൻസ് 47,800 ഉണ്ട്. ഓക്കെ, അപ്പോൾ 47-48 എന്ന് പറയുന്നത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മളപ്പോൾ അത് നല്ലൊരു റെഡ് ആക്കാണ്. അവിടെ നമുക്ക് കറൻ്റ്ലി നല്ല ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ദെൻ ഈ 47,800 നമുക്കൊരു ലൈറ്റ് ഇതുണ്ട്. മീൻസ് അവിടെ നമുക്ക് ഇനി പുട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇത് മാറും. നമുക്ക് എന്താ പറയുക, നമുക്ക് അതൊരു സ്ട്രാഡിൽ ഫോർമേഷൻ ആകും. അപ്പോൾ നമുക്കൊരു 47,800 48 വരെ, താഴെ നമുക്ക് 47,600 ആ ഒരു ലെവലിൽ 600 or 500 മേളിലാണെങ്കിൽ ഒരു 48,100 ആ ലെവലിൽ ഒരു 300 പ്ലസ് മൈനസ് ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ നോക്കാം. അതിനുശേഷം മാത്രം അപ്പോൾ നാളത്തെ ലെവൽസ് സോണും കൂടി ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഇതെടുക്കുക. കറൻ്റ്ലി സപ്പോർട്ടാണ് വീക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് വീക്കായിട്ട് നിന്നാൽ നമുക്ക് അവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് പോയിന്റ് എന്ന് പറഞ്ഞാൽ മീൻസ് നമുക്ക് ഒരുപാട് താഴേക്ക് വന്നാൽ അവിടെ കോൾ ബിൽഡിങ് കുറഞ്ഞ് പൊട്ട് ബിൽഡിങ് കയറി വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ആ സപ്പോർട്ട് നാളെ ബിൽഡ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫോള് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൺ ഇമ്പോർട്ടൻ്റ് ആണ്. സോൺ ബ്രേക്ക് ചെയ്ത് തന്നാൽ മാത്രമാണ് നമുക്ക് ഫോൾ നാളെയും ഒരു ഇന്നത്തെ ലെവലിലുള്ള ഒരു ഇൻട്രാഡേ ലെവൽ ഓഫ് ഫോൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് പുട്ട് ബിൽഡിങ് വന്നാൽ അവിടെ നമുക്ക് സപ്പോർട്ട് കയറി വരും. അപ്പോൾ അത് രണ്ടുമാണ്. അതോടൊപ്പം നമുക്ക് നോക്കേണ്ടത് PCR, നിഫ്റ്റിയുടെ PCR 0.6 ആണ്. അത് ബിയറിഷ്നെസ് ആണ്. വീക്ക് ആണെന്ന് ഓവർസോൾഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് 0.5 വന്നാലാണ് നമുക്ക് ഓവർസോൾഡ് ആയിട്ട് കാണുള്ളൂ. ഓവർസോൾഡ് ആയാൽ നമുക്ക് മാർക്കറ്റ് കുറച്ചൊന്ന് മേലിലേക്ക് റിവേഴ്സ് ആവാൻ ചാൻസ് കൂടുതലാണ്. അത് ബാങ്ക് നിഫ്റ്റിയും ദെൻ നിഫ്റ്റി ആണെങ്കിലും 0.61 ആണ്. സോ രണ്ടിൻ്റെയും PCR എന്ന് പറയുന്നത് 0.6 ആണ്. 0.6 എന്ന് പറയുന്നത് ഓവർസോൾഡ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും മീൻസ് നമുക്ക് സപ്പോർട്ട് കയറി വന്നാൽ അവിടെ നമുക്ക് കുറച്ച് ബിയറിഷ്നെസ് ഉണ്ട്. നമുക്ക് സപ്പോർട്ട് വന്നാൽ നമുക്ക് അത് ഹോൾഡ് ചെയ്യാനും ചാൻസസ് കൂടുതലാണെന്ന് എൻ്റെ അർത്ഥം. ഫോൾ ഫോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഇനി സോൺ ബ്രേക്കിംഗ് ഉണ്ടായാൽ മാത്രം. അതോടൊപ്പം നമുക്ക് PCR ലെവലും കൂടി നാളെ വാച്ച് ചെയ്യാം. PCR ഈ ലെവലിൽ നിന്നിട്ടാണ് താഴേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ഫോള് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ PCR പ്ലസ് നമുക്ക് OA അനാലിസിസ് ഒക്കെ ആയിട്ട് സംസാരിക്കാനുള്ളത്. ദെൻ നമുക്കിനി FIDA ഡാറ്റ നോക്കാം. ഓക്കെ, FIDA ഡാറ്റ മൺഡേയിലേക്ക് നമ്മൾ ഫ്രൈഡേ വെച്ച് നോക്കാൻ നേരത്ത് മീഡിയം ബിയറിഷ്, എല്ലാ പ്രോസ് ഒക്കെ നല്ല രീതിയിൽ ബിയറിഷ് ആയിരുന്നു. അത് നമുക്ക് ഇന്ന് കാണാനും കഴിഞ്ഞു. FISന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ മാത്രമാണ് മീഡിയം ബുള്ളിഷ് തന്നത്. ദെൻ ഇനി നമ്മൾ FISന്റെ
ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോൾ സ്ട്രോങ് ബിയറിഷ് ആയി. അത് നമുക്ക് മീൻസ് ബിയറിഷ്നെസ് കൂടെ FIS ഇൻഡെക്സ് ആൻഡ് ഓപ്ഷൻസിലും സ്ട്രോങ് ബിയറിഷ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലാണെങ്കിൽ മൈൽഡ് ബിയറിഷ് ആണ്. സോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ബിയറിഷ് സെന്റിമെന്റിലേക്ക് FIS മാറി. ദെൻ പ്രോയിലാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ബുള്ളിഷും ഇൻഡെക്സ് ഓപ്ഷൻസിൽ സ്ട്രോങ് ബിയറിഷ് ആണ്. സോ നല്ല ടൈറ്റ് ഫൈറ്റിന് പ്രോ നിൽക്കുന്നുണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ബുള്ളിഷ് ആയാൽ താഴെ നല്ല ലെവലിൽ വന്നാൽ മീൻസ് അവിടെ നമുക്കൊരു നല്ല സപ്പോർട്ട് വന്നിട്ട് വേണമെങ്കിൽ കുറച്ചൊരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാം. അതല്ല മൊത്തത്തിൽ നാളെ വീക്ക്നെസ് ആണ്, സ്ട്രോങ് ലെവലൊന്നും കിട്ടിയില്ല എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നല്ല രീതിയിൽ പുട്ടോ എന്നും ബിൽഡിങ് വന്നിട്ടില്ല എങ്കിൽ അവിടെ ഒരു ഫാളിനും ചാൻസസ് കൂടുതലാണ്. രണ്ടുപേരും സ്ട്രോങ്ലി ബിയറിഷ്, കുറച്ചും കൂടി സ്ട്രോങ് സൈഡ് ബിയറിഷ് സൈഡിനാണെന്ന് മാത്രം. അത് OA അനാലിസിസിലും നമുക്ക് മീൻസ് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് ഗ്രാഫിക്കലിയും കൂടി നോക്കിയാൽ ഫ്രൈഡേയിൽ നമ്മൾ കണ്ടു ബിയറിഷ്നെസ് കണ്ടു. ഇന്ന് നമുക്കത് ഫാൾ ആവുമ്പോൾ നല്ല രീതിയിൽ ബിയറിഷ്നെസ് സപ്പോർട്ടിൻ്റെ ഒരു ചാൻസ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. മീൻസ് FI കോൾ ചേഞ്ച് എന്ന് പറയുന്നത് 2.6 lakh ആണ്, ആൻഡ് പുട്ട് ചേഞ്ച് എന്ന് പറയുന്നത് 2.36 lakh ആണ്. സോ അവിടെ നമുക്ക് ഒരു സപ്പോർട്ടിന്റെ ഒരു എന്താ പറയാ, നമുക്കൊരു ചെറിയൊരു ഹോപ്പ് നമുക്ക് അവിടെ തരുന്നുണ്ട്. എനിവേ നമുക്ക് എങ്ങനെയാണെന്ന് നാളത്തെ നോക്കാം. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സ്ട്രോങ്ലി നല്ല രീതിയിലുള്ള ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. മീൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ FIS നല്ല രീതിയിൽ ബിയറിഷ് സെന്റിമെന്റിലാണ് നിൽക്കുന്നത്. ദെൻ ക്യാഷ് മാർക്കറ്റ് നോക്കിയാലും ഓക്കെ, FIS ജസ്റ്റ് 16 crore ആണ്, ആൻഡ് DIS രണ്ടും ബൈ സൈഡിലാണ് നിൽക്കുന്നത്. ചെറിയ എമൗണ്ട് ആണെന്ന് മാത്രം ക്യാഷ് മാർക്കറ്റിൽ. എനിവേ അപ്പോൾ അത് നമ്മൾ കറണ്ട് ലെവൽ വെച്ചിട്ട് ക്യാഷ് മാർക്കറ്റിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് മാർക്കറ്റിൽ. സോ ഓവറോൾ നോക്കിയാൽ നമുക്ക് ബിയറിഷ് സെന്റിമെന്റ് ആണ്. എന്നാലും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് സ്ട്രാഡിലും ഉണ്ട്. അപ്പോൾ സ്ട്രാഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കോളാണോ ഇനി പുട്ട് കുറഞ്ഞിട്ട് കോളാണോ ബിൽഡ് ചെയ്യണേ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ബിയറിഷ് സെന്റിമെന്റ്സ് കൂടും. 0.6 ആണ് PCRും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ലെവൽസ് കാര്യങ്ങളൊക്കെ എപ്പോഴും വാച്ച് ചെയ്യുക. ആൻഡ് ഇൻട്രാഡേ സോൺസും കൂടി ഒന്ന് വാച്ച് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. സോ അപ്പോൾ നമ്മൾ മാക്സിമം ലെവൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പറഞ്ഞു. ഇനി അതനുസരിച്ച് മീൻസ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രേഡ് സെറ്റപ്പ് ഒക്കെ വരുമ്പോൾ ലിമിറ്റഡ് ലോസിലേക്കൊക്കെ ഉള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് മാർക്കറ്റിനെ നോക്കുക, മാർക്കറ്റിനെ കാണാം. ആൻഡ് നാളെ ഫിൻനിഫ്റ്റി ആണ്. ഫിൻനിഫ്റ്റി ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ടാണ് നമ്മൾ അധികം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാത്തത്. എനിവേ നാളെ നല്ല ട്രേഡ് കിട്ടിയാൽ നമ്മൾ ഫിൻനിഫ്റ്റിയിലും നമുക്ക് നോക്കും. ആൻഡ് താല്പര്യം എല്ലാവരും നമ്മൾ ആ ലെവൽസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ്സ് ഒക്കെ കയറാൻ നോക്കുക. ആൻഡ് ക്യാപിറ്റൽ എപ്പോഴും സേഫ് ചെയ്യാനും മീൻസ് ക്യാപിറ്റൽ ആണ് നമ്മുടെ മെയിൻ. മീൻസ് എല്ലാ ദിവസവും ട്രേഡ് കയറണം എന്നുള്ളതല്ല, ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നോക്കേണ്ടത്. അതോടൊപ്പം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ട്രേഡ്സിലും കയറി നല്ല രീതിയിൽ ആ ട്രേഡ് സെറ്റപ്പും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് മീൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.